ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ ഈശോയ്ക്ക് എന്നോട് പറയാനായിട്ടുള്ള കാര്യം ഇത് തന്നെ. അതെ, നീ എപ്പോഴും എൻ്റെ സ്നേഹത്തിൽ എൻ്റെ ഒപ്പം നിലനിൽക്കാനായിട്ട് തയ്യാറാവണം. ഈശോയുടെ ഒപ്പം നിലനിൽക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, ഈ ലോകത്തോടുള്ള എൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കാനായിട്ട് പറ്റണം. ഈ ലോകത്തോടും ലോകസുഖങ്ങളോടും ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോയാൽ, ഇതിന് അടിമപ്പെട്ട് മുന്നോട്ട് പോയാൽ, സ്നേഹമുള്ളവരെ, നമുക്കൊരിക്കലും ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് പറ്റത്തില്ല. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തെ വെറുക്കാനായിട്ട് പറ്റണം. ഈ ലോകം വെച്ച് നീട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെന്ന ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഈ ലോക സുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് എല്ലാ ലൗകിക വ്യഗ്രതയിലും മുഴുകി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. കിട്ടത്തില്ല, ഒരിക്കലും പറ്റില്ല കേട്ടോ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഒന്നാമത് ഞാൻ ചെയ്യേണ്ടത് ഈ ലോകത്തിൽ നിന്ന് വേറിട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് ഞാൻ തയ്യാറാവണം. രണ്ടാമത്തെ കാര്യം എന്താ? ദൈവസ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അവൻ്റെ കൽപ്പന അനുസരിക്കണം. ഈശോ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, നീ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. അറിയാം, നമ്മൾ ഒരാളെ സ്നേഹിച്ചാൽ അവർ പറയുന്നതൊക്കെയും ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ നിറവേറ്റാറുണ്ടല്ലേ? അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ആ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുവാനായിട്ട് ഞാൻ തയ്യാറാവണം. കൽപ്പന പാലിക്കാത്തിടത്തോളം കാലം ഞാൻ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കത്തില്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നോട് പറയുന്നതൊക്കെയും ആത്മാർത്ഥമായിട്ട് കേൾക്കുവാനായിട്ട് അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്ന ഈ ഒരു കാര്യം ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കാം. അതിന് ഈ ലോകത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട്, ഞാനെന്ന ഭാവം വെടിയുവാനായിട്ട്, ലോക സുഖങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട്, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ഈശോയോട് ഒപ്പം ചേർന്ന് ജീവിക്കുവാനായിട്ട്, ആ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.